ഞാൻ കുറച്ച് ലേറ്റായി. ഉള്ളിവാട്ടിലും മറ്റേ പരിപാടികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. കുക്കറാണെങ്കിൽ നല്ല വിസിലടിക്കലും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റേ അണ്ടിപ്പരിപ്പും മറ്റേ സാധനങ്ങളൊക്കെ അങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ പൊരിച്ച് വെച്ചിട്ട് കാര്യമില്ല, ഇത് എടുത്തു വെക്കണം, അല്ലെങ്കിൽ കട്ട് തിന്നാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അത് പ്രണവ് അതിസാഹസികമായിട്ട് അത് എടുത്തു വെക്കുന്നുണ്ട്. ഉള്ളിവെട്ടും പരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുടിക്കാൻ വെച്ച കോളയൊക്കെ ഇപ്പോൾ കുടിക്കലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചു തിന്നിട്ട് എന്താ കുടിക്കാന്ന്. അപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് ഒരു പോക്ക്. പിന്നെ അതാ ഷഹബാസും പ്രണവും കൂടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇറക്കിയതാട്ടോ അല്ലേ. ഓല് വേസ്റ്റ് വാരി, അപ്പോൾ വേസ്റ്റ് വാരി കൊണ്ടുപോവാണ്. ഓല് കൊണ്ടുപോട്ടെ, ഓലെ പരിപാടി ഓല് ചെയ്യട്ടെ. പിന്നെ അതാ കുറേ എണ്ണം, കുറേ ഉറങ്ങണ്, കുറേ ഫോണുമ്പോൾ കളിച്ചിരിക്കണ്, കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും അടുക്കളയ്ക്കൊന്നും വരാതെ അങ്ങനെ കുറേ എണ്ണം അങ്ങനെ കുറേ എണ്ണം ഇരിക്കുന്നുണ്ട്. ഓരവിടെ ഇരിക്കട്ടെ. പെട്ടെന്ന് അടുക്കളി വന്നപ്പോൾ ഇതാണ് പിന്നെ കണ്ടത്. നല്ല ബന്ധുക്കളൊക്കെ വേണ്ടി വന്നതെല്ലാവരും പാടെ. ജിമ്മിനാണ് ഫസ്റ്റായിട്ട് വന്നത് അല്ലേ. എൻ്റെ മോന്ത കണ്ടില്ലേ, ഇളക്കുന്ന എക്സ്പ്രഷൻ കണ്ടല്ലോ എൻ്റെ. ഏതാ കള്ളൻ കാട്ടുന്ന ഒറ്റയ്ക്ക് വന്നിക്ക. പിന്നെ എല്ലാവരും പാടെ കൂടിയൊന്നും മൂപ്പർക്ക് പറ്റിയിട്ടില്ല. ഏതായാലും മൂപ്പര് തിന്നട്ടെ, എല്ലാവരും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് നോക്കിയിട്ട് ബന്ധുക്കളെ നോക്കട്ടെ. അങ്ങനെ എല്ലാവരും പാടെ ബന്ധുക്കളെ നോക്കിക്കാണ്ട് നോക്കുമ്പോഴത്തേന് കഴിയാവുന്ന സാധനമേ ഉള്ളൂ. നമുക്കിപ്പോൾ 2-3 ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് കാട്ടാനാ. ബീഫ് ബിരിയാണിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ പറയാൻ മറന്നുപോയി, സോറി ക്ഷമിക്കണം. ചൂടൊക്കെ ആരെടുത്ത് തിന്നാ പോരാ മോനെ. എന്താണ് ഇത് നാവ് പൊള്ളി ഇങ്ങനെ നിൽക്കുന്നത്. അക്കം പോലെ തിന്നാൽ മതി, ആരും കൊണ്ടുപോകുന്നില്ല. കച്ചിരി. അങ്ങനെ നമ്മളെ ബിരിയാണി അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കണം ഏകദേശം. അപ്പോൾ സഫ്വാൻ പറഞ്ഞ് സിനിമാറ്റിക്കായിട്ട് ചെയ്തോ, ഞാൻ അങ്ങനെ ഇട്ട ഇങ്ങനെ വീഡിയോ എടുത്തോ, അതുപോലെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊരു സെഗ്മെൻറ്റ്, നമ്മളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇങ്ങനെ വോയിസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെയല്ല പരിപാടി, നമുക്ക് സിനിമാറ്റിക്കിനൊന്നും ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞൊരു കാര്യം, പിന്നെ മെയിനായിട്ടുള്ള ആൾ സഫ്വാൻ കേട്ടോ. സഫ്വാൻ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണിത്. സഫ്വാനാണ് ഇതിൻ്റെ ബ്രെയിൻ അല്ല, ഈ ബിരിയാണിയുടെ ഹാർട്ട് എന്ന് പറയുന്നത് സഫ്വാനാണ്. നമ്മളെടുത്ത് ഒരു കുക്കറുള്ളൂ, അതുകൊണ്ട് ബീഫിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ചോറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചോറക്കണ പരിപാടി ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെ കഴിഞ്ഞു. നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് അത് കിട്ടപ്പോഴാണ് മനസ്സിലായത് നമ്മളെടുത്ത് ഏറ്റവും വലിയ പാത്രം ഇതാണെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലായി അത് നടക്കൂല, നമുക്ക് ഫോയിലാക്കിയിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ തന്നെയാണ് ചെയ്യല്. നമ്മളിങ്ങനെ ഫോയിലാക്കിയിട്ട് ഫോയിൽ ഇങ്ങനെ വിരിച്ചിട്ട് അതിൻ്റെ മേലക്കൂടെ ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കലേ ചെയ്യല്. ഒരു കേക്ക് മാതിരി അയക്കണ്, ആ കേക്ക് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു 3-4 റൗണ്ടോളം വെക്കേണ്ടി വരും മൊത്തത്തിൽ. നമ്മൾ ഒരു 10-13 ആൾക്കാരുണ്ട്, അപ്പോൾ എല്ലാവർക്കും പാടെ തീറ്റി പോറ്റണ്ടേ. അപ്പോൾ അങ്ങനെ അവസാനം ഇതാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിക്കണ്. ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ മാതിരി വരുത്തം കണ്ടില്ലേ, ആരും കാണാതെ കുറച്ചൊരു പ്ലേറ്റ് ചോറ് നിൽക്കണം. അതിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. എനിക്കൊന്നും ഒരു പണിയില്ലടോ. ഒരു പണിയില്ല, അന്തം വിട്ടിരിക്കുക. ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാല് ഇവിടെ കഴിക്കാൻ പ്ലേറ്റ് ഇല്ല. ഇതൊരു ചങ്ങാതിൻ്റെ ഫ്ലാറ്റാണ്, പക്ഷെ ഇവിടെ ഒലിക്കുന്നാലും പ്ലേറ്റ് ഉള്ളൂ, 2 പ്ലേറ്റേ ഉള്ളൂ ഇവിടെ. ബാക്കി ചമ്പട്ടി മറ്റേതൊക്കെ ആക്കിയാടെ തിന്നേണ്ടി വരിക. പിന്നെ നമ്മൾ സാധാരണ പ്ലേറ്റ് വാങ്ങിക്കണം. പക്ഷെ പ്ലേറ്റ് ചെമ്പട്ടി ആയാലും ഓരോരുത്തർ ഇങ്ങനെ ഒളിപ്പിച്ചേക്കണ കഴിച്ചപ്പോൾ നിങ്ങൾ കാണും. പ്രണവ് തന്നെ അതിമ്മട് കഴിച്ചിടാ. അടാ നമുക്ക് നിമ്മട് കൂടി ഇരുന്നാ പോരെ. എല്ലാവർക്കും പാത്രം കിട്ടി. അപ്പം തിന്നാൻ തുടങ്ങാൻ നിൽക്കാൻ നിങ്ങൾ വിചാരം അല്ല കേട്ടോ. ഇനിയുണ്ട് 2 കുക്കറാവാൻ. സ്വഭാവം കെട്ടി നടക്കാൻ ആകെ 2 പ്ലേറ്റും ഉണ്ട്. അവസാനത്തേക്കായപ്പോ ഏത് പാത്രം കിട്ടിയാലും തിന്നുന്നില്ല അവസ്ഥയായി.
പിന്നെ ആണെങ്കിലോ വെസ്റ്റിട്ട് ഭ്രാന്ത് വഹിക്കണം അല്ലേ? ആകെ കൂട്ടത്തല്ലേ, അതാണ് അവസ്ഥ. ഇതെങ്ങോട്ടേക്കാടാ? ഞാൻ എനിക്കിവിടെ കിടക്കണം. അതിനെന്തിനാ അത് ഇങ്ങോട്ട് ഇവിടെ വെച്ചിക്കണേ? അവന്മാരെല്ലാരും അവിടെ പോയില്ലേ? എല്ലാരും കൂടെ വരും. എന്നിട്ട് നമ്മളത് തിരിച്ചു കൊണ്ടു. അവന്റെ ഗർഭം നമ്മളിവിടെ പാത്രത്തിന്റെ പേരിൽ നല്ല തല്ലുവിടുന്ന സമയത്താണ് അപ്പുറത്തെ ഒരാള് കാണിച്ചരാ, അപ്പുറത്ത് കണ്ടോളിങ്ങൾ. ഇതാ പരിപാടി പിടിച്ചു കള. കള്ളനെ പിടിച്ചു. ഉറങ്ങാടാ നടന്നിട്ട്. അവിടെ ഇരുന്നോടാ. അല്ല അല്ല ഇതെന്താ കാവല സെക്യൂരിറ്റി? ബീഫിന് സെക്യൂരിറ്റി. പാത്രം ഒളിപ്പിച്ചു വെക്കുന്ന ഷഹബാസ് കള്ളൻ. സഞ്ജിതൊന്നും കൂടി വരും. പ്ലേറ്റോട് ഒളിപ്പിച്ചേ. ആ പ്ലേറ്റോട് ഒളിപ്പിച്ചേ. ബീഫ് കാവലാന്റെ തൊള്ള നോക്കിയാ ചെറിയ പ്ലേറ്റ് ആക്കിയിട്ടേ. ചെറിയ പ്ലേറ്റ് ആക്കി ഡയറ്റിംഗ് അല്ലേ? പിന്നെ ഡയറ്റിംഗ് ആണെന്ന് മനസ്സിലായി. വിസിലടിക്കണ്ടേ? അനക്ക് പ്ലേറ്റ് കിട്ടിയില്ല. എന്താ ചെറിയ പ്ലേറ്റ് അന്റെ പിന്നെ അവസാനം എനിക്ക് കിട്ടില്ലാതെ ഞാൻ തിമ്മക്കളെ കൈ കൊടുത്താ. എത്ര കിട്ടിയില്ലേ? പൊട്ടിച്ചോ ഇതെന്താ ഇതെന്താ ആരും എടുക്കൂട്ടോ ബാത്റൂമിൽ ആരും വരുന്നോക്കെ. അൻസാറൊക്കെ സെറ്റല്ലേ? ആരും തൊട്ടിട്ടില്ലല്ലോ. എടാ എനിക്കൊരു പ്ലേറ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ബ്ലോഗിങ് പ്ലേറ്റ് ഇല്ല. അങ്ങനെ ഫുഡ് അടി തുടങ്ങാൻ പോവാണ്. എനിക്ക് പ്ലേറ്റ് കിട്ടി. ഇനി ഫുഡ് ഇങ്ങനെ വാങ്ങാൻ പോട്ടെ. എല്ലാവർക്കും ചോറ കിട്ടിയില്ല. ചോറ് എല്ലാവരും ചമ്പട്ടിയിലും മറ്റേ പാത്രത്തിലും. ഇപ്പം ഈ പ്ലേറ്റ് ചെറുത് വാങ്ങിയതാട്ടോ. ചെറുത് വേറെ വാങ്ങിക്കൊടുത്തതാണ് എക്സ്ട്രാ, അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഏതായാലും എല്ലാവരും നല്ല സെൽഫ് സർവീസാണ്. എല്ലാവരും കഴിച്ചിട്ട് ഭാര്യയാണ്.
എല്ലാവരും അടന്തുക അൻസാർ പൊറുക്കി തിന്നിച്ചേ അണ്ടിപ്പരിപ്പ് പൊറുക്കി തിന്നുന്ന അൻസാർ. പ്രണവ് ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ കുറെ ചോറ് എടുത്തില്ലെങ്കിൽ പിന്നെ കിട്ടൂല എന്നുള്ള ബോധം കൊണ്ടും മുൻ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഞാൻ 2 പ്ലേറ്റ് ആദ്യം തന്നെ എടുത്തേച്ച്. ഒരു പ്ലേറ്റ് ആദ്യം തന്നെ എടുത്ത് മാറ്റി. എല്ലാവരും ഇതേമാതിരി ഉടായ്പരിപാടി തന്നെ കുറെ ചോറ് വാരി ആദ്യം തന്നെ എടുത്തേക്കും. എല്ലാവർക്കും അറിയാം പിന്നെ കിട്ടൂല എന്നുള്ള കാര്യം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇതിന്റെ മുമ്പ് ഇതേമാതിരി ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്താ പരിപാടി. അൻസാറൊക്കെ ഭാരി കുത്തിക്കും. അങ്ങനെ എനിക്ക് പ്ലേറ്റ് കിട്ടി. ഞാൻ ആ പ്ലേറ്റിക്ക് ഇനി മസാല ഒറ്റ പ്ലേറ്റ് ഞാൻ മസാല എടുക്കാൻ പോയി. നല്ലതാ സുപ്പാനാണ് എല്ലാം. അങ്ങനെ ചോറും മസാലയൊക്കെ കിട്ടി. ഇതിന്റെ അടുത്തുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇരിക്കാനും സീറ്റ് പ്ലേറ്റിനോട് പറഞ്ഞ മാതിരി ഇരിക്കാനും സീറ്റില്ല. അതാണ് പ്രശ്നം. ഈ നിലത്തൊക്കെ പഠിച്ചിരിക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ ഒരു വൈബല്ലേ, പ്രശ്നമുള്ളത്. അങ്ങനെ കാല് മുട്ടി ഇരുന്ന് തിന്നലെടുക്കാണ്. സ്ഥലമല്ല മുന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചോറാണ് കേട്ടോ. ഇത് ബാക്കിയുള്ള അങ്ങനെ എല്ലാവരും ഫുഡ് അടിയൊക്കെ തുടങ്ങി. എല്ലാവരും കുറെ നിന്നും കുറെ ഇരുന്നും കുറെ കടന്നൊക്കെ തിന്നുന്നുണ്ട് അവിടെ അപ്പുറത്തൊക്കെ പോയിരുന്നിട്ട്. അപ്പോൾ ഏതായാലും പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ബിരിയാണി. സുഫാനെ അടിപൊളിയായിട്ടുണ്ട് ബിരിയാണി. സാധനം സെറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പോലെ ദം ബിരിയാണി ഒന്നല്ല, ഇത് അവൻ്റെ സ്റ്റൈലിൽ വേറൊരു ബിരിയാണിയാണ് ചെയ്യുന്നത്. സുഫാൻ സ്പെഷ്യൽ ബീഫ് ബിരിയാണി. എന്താണത്? ആകെ 2-3 പീസായിട്ട് ഒരു പീസ് ഒന്നല്ല. നന്മയുള്ള ഉള്ളി കൂട്ടാനോ? ആ സത്യടാ, സീരിയസ് ഇതാ എനിക്ക് തന്നെ ഇടോ. ഇത് ഉള്ളി കൂട്ടാനോ? സീരിയസ് ഇതാണ് എനിക്ക് തമാശല്ല, സീരിയസ് ആയിട്ട് പറയാ. നന്മയുള്ള അങ്ങനെ ഞാൻ കട്ടെടുത്തിരിക്കുകയാണ്. മോനെ ഇതാരുത് എടുത്തപ്പോ സത്യം പറഞ്ഞു. അടുത്ത ചോറ് വേറെ 2 വെച്ചിട്ട് നോക്കിയാല് ഒരു പണി എടുത്തില്ല. നേരത്തെ ഉറങ്ങി എന്റെ വീടൊക്കെ എടുത്തിട്ട് നന്മയുള്ള വേറെ ലോകമേ. ചേട്ടാ പ്രത്യേകം ഓണാക്കില്ലടാ. ഇനി ആരൊക്കെ വരുന്ന നന്മയുള്ള ലോകം? ഞാൻ BGM ആയിട്ടുണ്ടാവുണ്ടോ? അവിടെ കിട്ടി, അവിടെ നന്മ കിട്ടി, അവിടെ നന്മ കിട്ടി. ഒപ്പന നന്മ വേണം. തിന്നടാ ഫുള്ള് തിന്നാതെ ചേർന്ന് നീച്ചൂല. അത്രേ ഉള്ളൂ. അത്രയും നേരം എന്നോട് ഇത്തിരി ചോറും ഇത്തിരി ഇത് ചോദിച്ചപ്പോലെ തരാമില്ല. ഒരു പ്ലേറ്റ് ബീഫ് തിന്നാ നീച്ചൂല മോനെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല കിടുക്കാച്ച് എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.